ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ ഇന്ന് ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേയിൽ ഒരു പുതിയൊരു കാർ മ്യൂസിയം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പയാന കാർ മ്യൂസിയം. അപ്പോൾ കാർട്ട് ടു കാർ എന്നാണ് അവരെ ആഡ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടേക്ക് വന്നതാണ് എല്ലാവരെയും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് നോക്കാം, അതിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ കണ്ടല്ലോ വലിയൊരു ടയറിൻ്റെ സിമ്പൽ വെച്ചിട്ടൊരു ബിൽഡിങ്. നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ഞാൻ ഗേറ്റിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഗേറ്റിലേക്ക് എൻ്റർ ചെയ്തിട്ട് ബാക്ക് ഡ്രോപ്പിൽ കാണാം വലിയൊരു ഏരിയയിലാണ്, ഒരുപാട് ഏക്കർ ഏരിയയിലാണ് ഇത് ഉണ്ടാക്കിയത് പ്രൈവറ്റായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഡീറ്റെയിൽ കാണിച്ചത് ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. എൻട്രൻസിനുള്ളത് തന്നെ ഡബിൾ ഡെക്കർ ബസ് കാണാം. ഇതെല്ലാം പഴയത് ആണ്, വളരെ പഴയതാണ്. ജസ്റ്റ് എക്സിബിഷന് വേണ്ടിയിട്ട് വെച്ചതാണ്. നല്ലൊരു എലിവേഷനാണ് ചെയ്തത്. ഒരു ടയറാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിൻ്റെ എലിവേഷൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബിൽഡിങ് അവർ ഉണ്ടാക്കിയത്. അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യണം. 50 റുപ്പീസാണ് എൻട്രൻസ് ഫീ. ഇന്ന് നല്ല റഷ് ഉണ്ട്. സാറ്റർഡേ സൺഡേ ആയിട്ടാണ് തോന്നുന്നു. നല്ല റഷ് കാണുന്നുണ്ട്. വലിയൊരു മിലിറ്ററിൻ്റെ ട്രക്ക് ഇവിടെ കാണുന്നുണ്ട്, ലോറി. ഇത് ഫോർഡാന്ന് തോന്നുന്നു ഫ്രണ്ട് കണ്ടിട്ട്. പക്ഷേ KPA3 എന്നാണ് ഫ്രണ്ടിൽ കാണുന്നത്. KPA3 എന്ന് പറഞ്ഞാൽ കർണാടക പോലീസ് അക്കാഡമി 3 എന്നായിരിക്കും ചിലപ്പോൾ. നല്ല ടയറിൻ്റെ ജസ്റ്റ് മോഡലിലാണ് അവർ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ ചെയ്തത്. നല്ല ദൂരെ നിന്ന് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ടയർ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണല്ലോ. കാരണം വെഹിക്കിൾസിൻ്റെ എക്സിബിഷൻ ആകുമ്പോഴേ. ഇതിൻ്റെ ഒരു ചുറ്റും കുറച്ച് സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കോഫി ഷോപ്പ്, ഓപ്പൺ തിയേറ്റർ. ഇത് ഓപ്പൺ തിയേറ്ററാണ് കാണുന്നത്. പിന്നെ അപ്പുറത്ത് കാണുന്നതാണ് കോഫി ഷോപ്പ്. ഒന്നും കംപ്ലീറ്റ് ആയില്ല, വർക്ക് നടക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഗേറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറുന്നത്. നല്ല അടിപൊളി ഒരു സ്ട്രക്ചറാണ് ചെയ്തത് ഇവർ. നല്ല ഡിസൈനായിട്ട്, നല്ല മോഡേൺ. ഇതാണ് ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. അവിടെ ഞാൻ ടിക്കറ്റ് എടുത്ത്. ഇതാണ് ടോട്ടൽ ഹോള് കാണുന്നത്. ഒരുപാട് വിൻറ്റേജ് വെഹിക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും. 1962 സ്റ്റാൻഡേർഡ് ഹെറാൾഡാണ്. ഇത് ഇംഗ്ലണ്ടിലാണ് ഫസ്റ്റായിട്ട് ലോഞ്ച് ചെയ്തത്. ഫസ്റ്റിൽ ഇൻട്രൊഡക്ഷൻ അവർ ടയറിലാണ് തുടങ്ങുന്നത്. മരത്തിൽ ആണല്ലോ ചക്രം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അപ്പം ചക്രത്തിൻ്റെ ഓരോ എവല്യൂഷനാണ് കാണിക്കുന്നത്. ചക്രത്തിൽ നിന്ന് പിന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് പോയി. പിന്നെ അത് ഇങ്ങനെ പോയിട്ട് കാളവണ്ടി യുഗത്തിലേക്ക് പോകുന്നത്. അതിങ്ങനെ എവല്യൂഷനായിട്ട് പിന്നെ മരം പോയിട്ട് ഇരുമ്പിലേക്ക് മാറുക ചെയ്യുന്നത്. അതായത് ഇരുമ്പിൻ്റെതാണ് കാണുന്നത്. പിന്നെ അതിങ്ങനെ ജസ്റ്റ് ഇമ്പ്രൂവ് ആയിട്ട് കുറച്ചുകൂടെ ഡെവലപ്പായി. പിന്നെ അത് നെക്സ്റ്റ് റബ്ബർ ടയറിലേക്ക് മാറുന്നുണ്ട്. റബ്ബർ ടയറിലേക്ക് ഇങ്ങനെ പോയിട്ടാണ് പിന്നെ നമ്മളെ മോഡേൺ ടയർ കാണിക്കുന്നത്. ഇത് ഫിയറ്റിൻ്റെ 501 1925 ആണിത് ലോഞ്ച് ചെയ്തത് ഫസ്റ്റിൽ. ഇത് ഫിയറ്റിൻ്റെ തന്നെ 1928 ഈ വണ്ടിക്കാണ് കൂടുതൽ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് മഹാത്മാഗാന്ധി കർണാടകയിൽ വന്ന സമയത്ത് യൂസ് ചെയ്തിരുന്ന വെഹിക്കിളാണ്. 1929 മോഡല് സ്റ്റഡ് ബേക്കർ പ്രസിഡന്റ് 8 എന്ന് പറയുന്ന മോഡലാണിത്.
ഈ വണ്ടി 1946 ഫോർഡിന്റെ പെർഫെക്റ്റ് E93A എന്ന് പറയുന്ന വണ്ടി. അത് ഇത് 1948 മോറിസ് 8 സീരീസ് E എന്ന് പറയുന്ന മോഡലാണ്. ഇത് 1947 ലോഞ്ച് ചെയ്തതാണ്. ബിഗ് സീരീസ് 50 സൂപ്പർ 8 എന്നുള്ള വണ്ടിയാണ്. ഡാമിലർ DE36 UK എന്നാണിത് വാങ്ങിച്ചത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ മൈസൂർ മഹാരാജ ഉപയോഗിച്ചിരുന്നതാണ് 1949. അവരുടെ ഫോട്ടോസൊക്കെയാണ് ഇവിടെ കൊടുത്തത്. ഈ കാണുന്നത് അത് ആ വണ്ടിയിലിരിക്കുന്ന ഫോട്ടോ, ഈ വണ്ടി ഉപയോഗിച്ചത് മഹാരാജാവ്. ഇത് 1947 ഉണ്ടാക്കിയ സിട്രോണിൻ്റെ ട്രാക്ഷൻ അവാൻസ് 2CV എന്ന് പറയുന്നത് വെഹിക്കിള്. ഇത് പാരീസ് മെയ്ഡാന്ന് തോന്നുന്നത്. ഇത് 1915 ഹിൽമാൻ മിക്സ് മാർക്ക് ഫേസ് 5. ഇത് ഇംഗ്ലണ്ട് മെയ്ഡാ. ഇത് 1952 ഉണ്ടാക്കിയ ഓസ്റ്റിൻ A40 സോമർസെറ്റ് എന്ന് പറയുന്ന മോഡലാണ്. യുണൈറ്റഡ് കിങ്ഡം. നല്ല ഫിനിഷിങ്ങിലുണ്ട്. വെഹിക്കിൾസൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് വെച്ചത്. ഇത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ 40 എന്ന് പറയുന്ന മോഡലാണ്. 1952 ഇത് ലോഞ്ച് ചെയ്തത് ഇന്ത്യയിൽ ഫസ്റ്റായിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ അംബാസഡറിൻ്റെ ഫസ്റ്റ് മോഡലിൽ പെട്ടായിരിക്കും. ഇത് 1947 സ്റ്റഡ് ബേക്കർ ചാമ്പ്യൻ എന്ന് പറയുന്ന. ഇത് 1962 മോഡലാണ്. സ്റ്റെയർ പഞ്ച് ഹാഫ് ലിങ്കർ എന്ന് പറയുന്ന മോഡല്. ഇത് വെഹിക്കിളൊന്നും കണ്ടില്ല. വല്ല യുദ്ധത്തിന് ഉപയോഗിച്ചായിരിക്കുമോ പണ്ടെന്നൊരു സംശയം തോന്നുന്നുണ്ട്. ഇത് 1937 മോറിസ് മോഡലാണ്. ഒരുപാട് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് വുഡിലാണ് ഇതിൻ്റെ ഫിനിഷിങ് ചെയ്തത്. ഇത് BMW 1993 മോഡലാണ്. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ബുള്ളറ്റ് പ്രൂഫാണ്. ഹിമാചൽ പ്രദേശിൽ യൂസ് ചെയ്തായിരുന്നു ഇത്. ഇത് 1934 മോഡലാണ്. ആയിരത്തി 1961 ഹിന്ദുസ്ഥാൻ അംബാസഡർ മാർക്ക് 2. ഇത് 1955 മോഡല് സെവർലെ ബെൽ എയർ. ഇത് 1955 മോഡൽ സ്റ്റഡ് ബേക്കർ ചാമ്പ്യൻ റീഗൽ എന്ന് പറയുന്നതാണ്. ഇത് പിജോന്റെ 1965 മോഡലാണ്. 404 ബെർലിൻ. ഇതാണ് ഷെവർലെൻ്റെ ഇംപാല. ഇത് ഒരുപാട് ബോളിവുഡ് ഹോളിവുഡ് സിനിമകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച കാറാണ്.
ബാക്കിൽ പോസ്റ്റേഴ്സ് ഇട്ടുണ്ടല്ലേ, ഒരുപാട് സിനിമ മൂവിയിൽ ഇത് 1965 ഹിൽമാൻ ഹണ്ടർ. ഇത് യുണൈറ്റഡ് കിങ്ഡമാണ് ഇതിൻ്റെ വെഹിക്കിൾ ലോഞ്ച് ഉണ്ടായത്. ഇത് 1965 മോഡല് ഓപ്പലിൻ്റെ റെക്കോർഡ് സീരീസ് ബി, ജർമ്മനിയാണ്. ഇത് നമ്മളെ മഹാരാഷ്ട്ര ബോംബെയിൽ സ്ഥിരമായിട്ട് കാണുന്ന പ്രീമിയർ ടാക്സി. നമ്പർ പ്ലേറ്റ് വരെ ഉണ്ട്, MH എന്ന് എഴുതിയത്. ഇത് സ്റ്റാൻഡേർഡ് 2000 ആണ്, ഇന്ത്യൻ മെയ്ഡ് തന്നെയാണ്. ഇത് 1989 കാഡിലാക്ക് ഫ്ലീറ്റ് വുഡ് മോഡല്. ഇത് 1958 ഓസ്റ്റിൻ മാർട്ടിൻ്റെ A40 എന്ന് പറയുന്ന മോഡലാണ്, ഫെറീന. ഇത് 1967 മസ്ദ മോഡൽ. ഇത് 1991 കോണ്ടസ ക്ലാസിക്. ഫോർഡിന്റെ വെഹിക്കിളാ. ഇത് റവ മോഡല്, റാവ്. ബാംഗ്ലൂരിൽ ഫസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിളാണല്ലോ നമ്മളെ ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. ഇതാണ് പിന്നെ മഹീന്ദ്ര വാങ്ങിയിട്ട് ചേഞ്ച് ആക്കിയിട്ട് ഇപ്പോൾ പുതിയ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഇറക്കാൻ തുടങ്ങിയത്. പിന്നെ ബാക്ക് സൈഡിൽ മറ്റ് കുറേ ആർട്ടിഫാക്ട്സ് ഒക്കെ ഉണ്ട്. ഏകദേശം ഫുള്ള് വിൻറ്റേജ് കാറുകൾ കണ്ട്, താഴെ വന്ന് എക്സിബിഷൻ ഹാള് കണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പം പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്.